ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? അതായത് 2022 ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ISRO ആണ്. ISROന്റെ ചെയർമാനായിട്ട് 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ജനുവരി 15 അദ്ദേഹം അപ്പോയിന്റഡ് ആവുന്നത്. ഒരു മലയാളിയാണ്. G. മാധവൻ നായർ, S. ഉണ്ണികൃഷ്ണൻ നായർ, K. ശിവൻ, S. സോമനാഥ്. ആരാണ്? 2022 മുതൽ അതിപ്പോൾ നമ്മൾ 2024 അദ്ദേഹം തന്നെയാണ്, ആള് മാറിയിട്ടില്ല കേട്ടോ. ഓപ്ഷൻ D, S. സോമനാഥ് ആണ് അതിനുള്ള ഉത്തരം. ഓക്കെ. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ്? വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ലീലാതിലകം, ശ്രീകൃഷ്ണ ചരിതം, തർക്കശാസ്ത്രം, അഥർവവേദം. ഏതാണ് വരിക? അത് ലീലാതിലകമാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനം, പ്രചാരണം, പരസ്യം, ബ്രാൻഡിംഗ്. ഏതാണ്? വിപണനം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഏത് ഘടകവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? വിപണനവുമായിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ് ഉള്ളത്? ചൈന, ജപ്പാൻ, ഇന്ത്യ, നൈജീരിയ. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ചൈനയിലാണുള്ളത്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ചൈനയില് 3 ഗോർജസ് എന്ന് പറയുന്ന ഡാമാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആ ഡാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 34 ജനറേറ്ററൊക്കെ ഉണ്ട്. അത്രയും വലിയ രീതിയിൽ അവിടെ ജലവൈദ്യുതി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് അതിൽ കൂടെ ഒഴുകുന്ന, അതായത് ചൈനയിൽ കൂടെ ഒഴുകുന്ന യാങ്സി നദിയിലാണ് ഈ പറയുന്ന ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 3 ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. യില്ലിംഗ് ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അത്രയും നമുക്ക് വേണ്ട. ഇത് എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിലെ യാങ്സി നദിയിലാണ് എന്നുള്ളത് ആലോചിക്കുക. 3 ഗോർജസ് ഡാം എന്നാണ് അതിന്റെ പേര്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? താഴെ 4 ഓപ്ഷൻ തരുന്നുണ്ട്. സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, സംസ്കാരം, ഇതൊന്നുമല്ല. താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകമാണ് അല്ലെ? ജീവിത സംരക്ഷണ ഘടകം ഇതിൽ ഏതാണ്? സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലെ? പരിസ്ഥിതിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഘടകം. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഈ ആദ്യത്തെ എന്നുള്ള റെക്കോർഡ് ഒരിക്കലും മാറില്ല അല്ലെ? പിന്നീട് പുതിയ ആൾക്കാരൊക്കെ പല റെക്കോർഡുകളൊക്കെ ആയിട്ട് വന്നാലും ഈ ആദ്യം നടക്കുന്ന ആൾ എപ്പോഴും അത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതൊന്നും മാറാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് എന്നുള്ളത് അല്ലെ? മിതാലി രാജ്, ഹെയ്ലി മാത്യൂസ്, മെഗ് ലാനിങ്, പൂനം റൗട്ട്. ആരാണ്? ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള മിതാലി രാജാണ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? അമിതാവ് ഘോഷ്, ദാമോദർ മൗസോ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ONV കുറുപ്പ്. ഇതിൽ ആർക്കാണ് 2021 ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുള്ളത്? അത് ദാമോദർ മൗസോനാണ് 2021 ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയിലെ വളരെ ഉന്നതമായിട്ടൊരു സാഹിത്യ പുരസ്കാരമാണ് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. അത് ആദ്യം കിട്ടിയിട്ടുള്ള ഇന്ത്യൻ വ്യക്തി എന്ന് പറയുന്നത് G. ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആർക്കാണ് ആദ്യം കിട്ടിയെന്ന് ചോദിച്ചാലും കേരളത്തിൽ നിന്ന് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചാലും ഒരേ ഉത്തരമാണ്. ആദ്യത്തെ മലയാളിയും അദ്ദേഹം തന്നെയാണ്. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം വന്ന സമയത്ത് ആദ്യമായി കിട്ടിയിട്ടുള്ള വ്യക്തിയും ആരാണ്? അത് G. ശങ്കരക്കുറുപ്പാണ്. 1961 ഇത് കൊണ്ടുവന്നെങ്കിലും ആദ്യമായിട്ട് അവാർഡ് കൊടുക്കുന്നത് 1965 കേട്ടോ. അദ്ദേഹത്തിന്റെ അതായത് നമ്മൾ മലയാളിയായിട്ടുള്ള G. ശങ്കരക്കുറുപ്പിന്റെ മലയാളം ലിറ്ററേച്ചറിനാണല്ലോ കിട്ടിയത്. അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അതിനുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം 1968 ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് തന്നെ പിന്നീട് പ്രഖ്യാപിച്ചത്. സാഹിത്യത്തിന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന ഒരു അവാർഡാണല്ലോ ഈ ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ G. ശങ്കരക്കുറുപ്പിന് ഈ ജ്ഞാനപീഠം കിട്ടിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ 2021 ജ്ഞാനപീഠ ജേതാവ് ആരാണ്? അത് ദാമോദർ മൗസോ ആണ്.
കൊങ്കണി സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ കിട്ടിയിട്ടുള്ളത് ഗുൽസാറിനാണ്. ആള് ഉറുദു ലാംഗ്വേജ് ആണ്. 2023 രാമഭദ്രാചാര്യ സംസ്കൃതത്തിനാണ്. 2022 കേട്ടോ. ഈ ഗുൽസാറും അതുപോലെ രാമഭദ്രാചാര്യയും 2023 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഹിന്ദി ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠ ജേതാക്കൾ ഉള്ളത്. 11 പേരാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്രയാണ് ജ്ഞാനപീഠ അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? 1857 റിവോൾട്ട് ഓഫ് 1857 അല്ലേ? അത് എവിടെയാണ് ആദ്യം ആരംഭിച്ചത്? എവിടെയാണ്? അത് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബോംബെ, ഡൽഹി, മീററ്റ്, ബംഗാൾ. ആരംഭിച്ചത്, തുടങ്ങിയത് അത് മീററ്റിൽ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം? നാഷണൽ സയൻസ് ഡേ ആചരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 7, ഫെബ്രുവരി 14, ഫെബ്രുവരി 28, മെയ് 11. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? അത് ഫെബ്രുവരി 28 ആണ് അല്ലെ? ഫെബ്രുവരി 29 ഇല്ല, 28. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ആലോചിക്കോ. ശാസ്ത്ര ദിനം പറയുമ്പോൾ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഫെബ്രുവരി 28 29 ഇല്ലല്ലോ. 29 ഉണ്ട്. എല്ലാ വർഷവും നമുക്ക് 29 ഇല്ലല്ലോ. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ വരുന്ന 28 അന്ന് ശാസ്ത്രത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. മെയ് 11 പറയുന്ന ദിവസം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് അല്ലെ? ഇന്ത്യ ആദ്യമായിട്ട് പൊക്രാനിൽ 1998 ന്യൂക്ലിയർ ടെസ്റ്റ് സക്സസ്ഫുൾ ആയി ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് മെയ് 11. അതുകൊണ്ട് തന്നെ നാഷണൽ ടെക്നോളജി ഡേ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് ഈ മെയ് 11 ഓക്കെ. ഇനി ഒക്ടോബർ 7 കുറിച്ച് പറയാനാണെങ്കിൽ ഒക്ടോബർ 7 വേൾഡ് കോട്ടൺ ഡേ എന്ന ഒരു ഡേ ആചരിക്കുന്നുണ്ട്. അത് ഒക്ടോബർ 7 അത് UN ആണ് അത് ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാനൊന്നുമില്ല, എന്നാലും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഒക്ടോബർ 7 വേൾഡ് കോട്ടൺ ഡേ ആണ്. പിന്നെ ഫെബ്രുവരി 14 അവിടെ നമുക്ക് പുൽവാമ അറ്റാക്ക് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത് അന്നാണ്. അന്ന് വാലന്റൈൻസ് ഡേ കൂടെയാണല്ലേ, അതെന്തായാലും ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ ദിവസങ്ങൾ. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട് ആഘോഷിക്കുന്നതല്ല പ്രഖ്യാപിക്കുന്നത്. സി ആണ് കേട്ടോ. 2021 അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. 2022 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ആർട്ടിസണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആണ്. കരകൗശല, മത്സ്യബന്ധനം, മത്സ്യകൃഷി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർഷമാണ് 2022. 2022 അത് മാത്രമല്ല കേട്ടോ. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് ഇന്റർനാഷണൽ ഇയർ ആയിട്ടും, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ബേസിക് സയൻസസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിനുള്ള അടിസ്ഥാന ശാസ്ത്രങ്ങൾ എന്ന് പറയാം അതിനെ. അതേപോലെ 2023 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. മില്ലറ്റ് എന്ന് പറയുമ്പോൾ തിന, അതായിട്ടും നമ്മുടെ UN പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2023 തന്നെ വേറൊന്നുണ്ട്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഡയലോഗ് ആസ് എ ഗ്യാരണ്ടി ഓഫ് പീസ്. അങ്ങനെ സമാധാനത്തിന്റെ ഒരു വർഷം കൂടെ 2023 ആയിട്ട് കണക്കാക്കുന്നുണ്ട്. 2024 എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് ആണ്, ഒട്ടകങ്ങളുടെ വർഷം എന്ന് പറയുന്നത്. അത് 2024. അത് 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട് ആഘോഷിക്കുന്നത് 2025. 25 തന്നെ ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷന്റെ ഇയർ ആയിട്ട്. ഗ്ലേഷ്യർ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ? മറ്റേ ആ ഐസിന്റെ അതിനാണ് നമ്മൾ ഗ്ലേഷ്യർ എന്ന് പറയാം. ഹിമാനികൾ എന്ന് പറയും. അപ്പോൾ അന്താരാഷ്ട്ര ഹിമാനികളുടെ പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ ഹിമാനികളെ സംരക്ഷിക്കുക. അപ്പൊ അതിന്റെ വർഷം എന്ന് പറഞ്ഞാൽ 2025. ഇതുപോലെ 2026, 2027 ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അത് നോട്ട് ചെയ്യണം, പ്രത്യേകിച്ച് നോക്കണം. ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. രണ്ടാമത്തെ, ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. 3, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. അടുത്തത്, ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പൊ ഇതില് താഴ്ത്തുന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ബാക്കി എയും ബിയും സിയും 3ഉം ശരിയാണ്. അതില് ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്.
പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ത്? ഖൈബർ ചുരം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഖൈബർ ചുരം എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക, അത് നമ്മുടെ ഇന്ത്യയും ഭൂട്ടാനെ അല്ല, പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? അർജന്റീന, അൾജീരിയ, ബ്രസീൽ, സൗദി അറേബ്യ. ഇന്ത്യനേക്കാളും നല്ല വലിയ രാജ്യം ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ലോകത്തിലുള്ള രാജ്യങ്ങളുടെ വലിപ്പം ഏറ്റവും വലുത് ഏതാണ്, അതിന് ശേഷമുള്ള ഏതാണെന്നുള്ള ആ ഒരു ഓർഡർ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് പറയാം, ഇന്ത്യയേക്കാളും വിസ്തൃതിയുള്ള രാജ്യം പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ബ്രസീലാണ് ആൻസർ വരിക. അർജന്റീനയും അൾജീരിയയും സൗദി അറേബ്യയും വരില്ല. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്ന് റഷ്യയാണ്. റഷ്യയാണ്. അതായത് ഒന്നാം സ്ഥാനത്ത് ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് കാനഡയാണ്. മൂന്നാമത്തെ രാജ്യം പറയുന്നത് ചൈനയാണ്. അതുപോലെ നാലാമത്തെ രാജ്യം എന്ന് പറയുന്നത് US അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അഞ്ചാമത്തെ രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ്. ആറാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഏഴാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് 7ാം സ്ഥാനത്താണ്. ഈ 7ാം സ്ഥാനത്തിന് മുമ്പ് ഉള്ള ഏത് രാജ്യം ഇവിടെ ഉള്ളതെന്ന് നോക്കിയാൽ മതിയല്ലോ. അത് ബ്രസീൽ മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ. അർജന്റീനയും അൾജീരിയ ഒക്കെ പിന്നീട് വരുന്നതാണ്. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഒരു 10 എണ്ണം നമുക്ക് നോക്കാം. 8ാമത്തെ അർജന്റീനയാണ്. ഓക്കെ, അപ്പൊ അർജന്റീന ഇന്ത്യനേക്കാളും പിന്നിലാണ് വരുന്നത്. 8. പിന്നെ 9ാമത്തെ എന്ന് പറയുന്നത് കസാക്കിസ്ഥാനാണ്. 9ാമത്തെ രാജ്യം എന്ന് പറയുന്നത്. 10ാമത്തെ രാജ്യം അൾജീരിയ. എല്ലാ രാജ്യം ടോപ്പ് ഉള്ള രാജ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അൾജീരിയ. അപ്പൊ ഈ അൾജീരിയ, ഈ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യനേക്കാളും ചെറിയ രാജ്യമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ. അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ദൊഡബേട്ട, ആനമുടി, മഹേന്ദ്രഗിരി, മഹാബലേശ്വർ. ഏതാണ്? 13B ആനമുടിയാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിലാണ് അല്ലെ. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? നമുക്കറിയാം ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പൊ വൂളാർ തടാകം, ദാൽ തടാകം, ലോക്താക് തടാകം, സംബാർ തടാകം. 14. താഴെ തന്നിരിക്കുന്ന ശുദ്ധജല തടാകം അല്ലാത്തത്. വൂളാറും ദാലും ലോക്താക്കൊക്കെ എന്താണ്? അതൊക്കെ ശുദ്ധജല തടാകങ്ങളാണ്. അതല്ലാത്തത് ആരാണ്? സംബാർ അഥവാ സാമ്പാർ തടാകം എന്ന് പറയും അല്ലെ. സാമ്പാറിൽ കുറച്ച് ഉപ്പുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾട്ട് ലേക്കാണ്. ഇൻലാൻഡ് ലാർജസ്റ്റ്, ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ഇൻലാൻഡ് സോൾട്ട് ലേക്കാണ്. അപ്പൊ കരയാൽ ചുറ്റപ്പെട്ട ഏറ്റവും വലിയ ഉപ്പ് തടാകമാണ് ഈ പറയുന്ന സാമ്പാർ തടാകം എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ ജയ്പൂർ നഗരത്തിൽ നിന്ന് കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് ഈ പറയുന്ന തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സാമ്പാറിൽ ഉപ്പുണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ ഉപ്പില്ലാത്ത തടാകങ്ങൾ ബാക്കിയുള്ളതൊക്കെ ശുദ്ധമാണ്. ഓക്കെ, ഇതാണ് ഇതിലെ വ്യത്യസ്തമായിട്ടുള്ള തടാകം. 15. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ, കൃഷ്ണ, സത്ലജ്, മഹാനദി. സർദാർ സരോവർ അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നർമ്മദയിലാണ് അല്ലെ. സർദാർ നല്ല നർമ്മം പറയുന്ന ആലോചിക്കുക അല്ലെ. സർദാർ തമാശകളൊക്കെ ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. ഭയങ്കര നർമ്മം പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ആലോചിക്കുക കേട്ടോ. ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ ഏതൊക്കെ? ഇതൊരു സ്ഥിരം ചോദ്യമാണ് അല്ലെ. ഇരുമ്പുരുക്ക് ശാഖകൾ വന്ന വർഷം ഏതാണ്? ഏത് പഞ്ചവത്സര കാലത്താണ് വന്നത്? അല്ലെ ഏതൊക്കെ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ്? അത് ഏതാണ് ആ നിർമ്മാണശാല? നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന ജർമ്മനിയുടെ പങ്കാളിത്തത്തോടു കൂടി സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ, ദുർഗാപൂർ, റൂർക്കേല, ഭിലായ്. ഓപ്ഷൻ സി റൂർക്കേലയാണ് കേട്ടോ. ജർമ്മനി അല്ലെ. ജർമ്മനിയുടെ സഹായത്തോടു കൂടി അവിടെ പങ്കാളിത്തത്തോട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത് ഏതാണ്? അത് റൂർക്കേലയാണ്. ഓക്കെ, റൂർക്കേല. ജർമ്മനി റൂർക്കേലയാണ്. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ എവിടെയാണ്? ഒഡീഷ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. അത് ഛത്തീസ്ഗഡ് ആണ്. കോർബ എന്ന് പറയുന്നത് നമുക്ക് കോബ്ര എന്ന് ആലോചിക്കാം. കോബ്ര എന്ന് പറയുമ്പോൾ പാമ്പല്ലേ. പാമ്പൊന്നും നമ്മൾ കുത്തിയാൽ നമ്മൾ ചത്തുപോകുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ അല്ലെ. രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഹാദിയ അലഹബാദ്, സാദിയ ധൂബ്രി, കോട്ടപ്പുറം കൊല്ലം, കാക്കിനാദ പുതുച്ചേരി. ഏതാണ്? ബി ആണ്. സാദിയ ധൂബ്രി ആണ് ദേശീയ ജലപാത 2 എന്ന് പറയുന്നത്.
നമ്മളുടെ ദേശീയ ജലപാത അല്ല ഏറ്റവും വലുതെന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ 1 ആണ്. അത് എന്തിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? അത് ഹൽദിയ അലഹബാദ്. ഓപ്ഷൻ എ, അത് നാഷണൽ വാട്ടർവേ 1 ആണ്. ഹൽദിയ അലഹബാദ് എന്ന് പറയുന്നത് അതാണ് ലോങ്സ്റ്റ്, അതായത് ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത എന്ന് പറയുന്നത് ഈ പറയുന്ന നാഷണൽ വാട്ടർവേ 1 ആണ്. അത് ശരിക്കും 4 സംസ്ഥാനങ്ങളിൽ കൂടെ പോകുന്നുണ്ട്. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, അതേപോലെ വെസ്റ്റ് ബംഗാളിൽ കൂടെ പോകുന്നുണ്ട് ആ പറയുന്ന നാഷണൽ വാട്ടർവേ. നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത് ഈ പറയുന്ന സാദിയ ദുബ്രിയാണ്. അത് ബ്രഹ്മപുത്ര നദിയിൽ കൂടിയാണ് ഇത് ഉള്ളത് കേട്ടോ, ബന്ധിപ്പിക്കുന്നത്. അതേപോലെ മൂന്നാമത്തെ നാഷണൽ വാട്ടർവേ 3 ആണ് എന്തെന്ന് പറയുന്നത് കൊല്ലം കോട്ടപ്പുറം എന്ന് പറയുന്നത്. കൊല്ലം കോട്ടപ്പുറം നമ്മുടെ കേരളത്തിൽ കൂടെ പോകുന്നത് അല്ലെ. അപ്പൊ നാഷണൽ വാട്ടർവേ 3 ആണത്. ഓക്കെ, അപ്പോൾ ആ വാട്ടർവേസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ 4ാമത്തെ വാട്ടർവേ പോകുന്നത് ആന്ധ്രാപ്രദേശിൽ കൂടെയാണ്. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ആന്ധ്രാപ്രദേശിൽ പറയുമ്പോൾ അത് ഈ പറയുന്ന കാക്കിനാഡ പുതുച്ചേരിയാണ് നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്യുക. നമ്മുടെ നാഷണൽ വേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ വേസ് ഇതൊക്കെയാണ്: നാഷണൽ വാട്ടർവേ 1, നാഷണൽ വാട്ടർവേ 2, നാഷണൽ വാട്ടർവേ 3, നാഷണൽ വാട്ടർവേ 4. അപ്പോൾ ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഹൽദിയ അലഹബാദ് ആണ്. 2 എന്ന് പറയുന്നത് സാദിയ ദുബ്രിയാണ്. 3 എന്ന് പറയുന്നത് കോട്ടപ്പുറം കൊല്ലം. 4 എന്ന് പറയുന്നത് കാക്കിനാഡ പുതുച്ചേരി. 2008 മുതൽ പ്രാബല്യത്തിൽ വന്നാണ് കാക്കിനാഡ പുതുച്ചേരി കേട്ടോ. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്, പൂനെ, ബാംഗ്ലൂർ, തിരുവനന്തപുരം. ഏതാണ്? എ, ഹൈദരാബാദാണ്. ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഉള്ളത്. അടുത്തത് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആദ്യത്തെ 20 ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നോക്കുക. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള പാർട്ടുകൾ പിന്നാലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ കൂടെ ഈ ആൻസർ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത്രയും ഓപ്ഷൻസ്, ബാക്കി വരുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആ ഓപ്ഷൻ എന്താണെന്ന് കൂടെ നമ്മളൊന്ന് നോക്കിയാൽ മാത്രമേ നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പഠനം ഫുള്ളാവുള്ളൂ. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ 100 ചോദ്യങ്ങളായിരിക്കില്ല നമുക്ക് പഠിക്കാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 100 ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് വരുന്നത് മുഴുവൻ ബാക്കിയുള്ള ഓപ്ഷനിലാണ്. അപ്പോൾ അതും കൂടെ വെച്ച് കണക്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.